ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെ അർദ്ധരാത്രിയാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നുള്ളതാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് ഒഫീഷ്യൽ ആവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഏതായാലും നിലവിൽ ബ്രസീലിന്റെ സ്ക്വാഡിൽ ഉള്ള അഥവാ പ്രാഥമിക സ്ക്വാഡിൽ ഉള്ള സ്ട്രൈക്കർമാരിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന സ്ട്രൈക്കർമാർ ആരൊക്കെയാണ്? അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കണക്കുകൾ പരിശോധിക്കാം. ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്നത് ഫ്ലമംഗോക്ക് വേണ്ടി കളിക്കുന്ന സ്ട്രൈക്കറായ പെഡ്രോയാണ്. അതായത് അവസാനത്തെ 10 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും ഒരു അസിസ്റ്റും ഫ്ലമംഗോക്ക് വേണ്ടി സ്വന്തമാക്കാൻ പെഡ്രോക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച രൂപത്തിലാണ് പെഡ്രോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇഗോർ തിയാഗോ വരുന്നു. ബ്രൻഫോർഡിന് വേണ്ടി അവസാനമായി കളിച്ച 10 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻട്രിക്ക് അതിനുശേഷം വരുന്നു. അതായത് 3 ഗോളുകളും 4 അസിസ്റ്റുകളും എൻട്രിക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നീട് ഇഗോർ ജീസസ് ആണ് വരുന്നത്. 4 ഗോളുകളും 1 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം റിച്ചാർലിസൺ വരുന്നു. 3 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. അതിനുശേഷം കയോ ജോർഹെ 2 ഗോളുകളും 1 അസിസ്റ്റും. അതിനുശേഷമാണ് ജാവോ പെഡ്രോ 2 ഗോളുകൾ. പിന്നീട് ഗബ്രിയൽ ജീസസ് 1 ഗോൾ. ഇങ്ങനെയാണ് ബ്രസീലിന്റെ പ്രാഥമിക സ്ക്വാഡിൽ ഇടം നേടിയിട്ടുള്ള സ്ട്രൈക്കർമാരുടെ ഇപ്പോഴത്തെ ഫോം. ഇതിൽ ഏതൊക്കെ താരങ്ങളെയാണ് കാർലോ ആഞ്ചലോട്ടി അന്തിമ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. അതായത് ഇഗോർ തിയാഗോ, എൻട്രിക്ക് എന്നിവർ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജാവോ പെഡ്രോയെ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ ഫ്ലമംഗോയുടെ സ്ട്രൈക്കറായ പെഡ്രോയെ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ജാവോ പെഡ്രോ ഇപ്പോൾ അത്ര നല്ല ഫോമിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി പെഡ്രോയെ കൊണ്ടുവരണം എന്നുള്ളത് ബ്രസീലിയൻ ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. ആഞ്ചലോട്ടി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് വ്യക്തമല്ല. എൻട്രിക്കും ഇഗോർ തിയാഗോയും ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.